ലൈവില് കുറച്ചു നേരം മുമ്പ് നമ്മുടെ അൻസിബയും അൻസിബയുടെ അമ്മയും അനിയനും തമ്മിൽ ജിൻഡപ്പനെ കുറിച്ചൊരു ടോക്ക് ഉണ്ടായി. ജിൻഡപ്പന്റെ തമാശകളൊക്കെ പുറത്ത് ഫേമസ് ആണ് എന്നിങ്ങനെ എന്തോ അൻസിബയുടെ അമ്മ പറയുന്നു. ജിൻഡപ്പൻ ഭയങ്കര എന്റർടൈനർ ആണല്ലേ എന്ന് അൻസിബ ചോദിക്കുന്നു. ഭയങ്കര തമാശക്കാരനാണ്. ഞാൻ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോ ജിൻഡപ്പന്റെ അടുത്തേക്ക് പോയി ജിൻഡപ്പ ഒരു തമാശ പറയുമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ജിൻഡപ്പൻ എന്നെ ചിരിപ്പിക്കുമെന്ന് അൻസിബ പറയുന്നു. ജിൻഡോയ്ക്കാണ് പുറത്ത് ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ എന്നൊരു ഹിന്റ് ആണ് അൻസിബയുടെ അമ്മ പുള്ളിക്കാരിക്ക് കൊടുത്തത്. അൻസിബയ്ക്ക് അത് കറക്റ്റ് ക്ലിക്കായി കാണും, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ജിൻഡോ നല്ല തമാശക്കാരനാണ്, പിന്നെ ജിൻഡോയുടെ തമാശ പറഞ്ഞ കാര്യമൊക്കെ പറയുന്നത്. അൻസിബയ്ക്ക് ഇത്രയും പ്രേക്ഷക പിന്തുണ ഉണ്ടാവാൻ ഒരു കാരണം ജിൻഡോ ആണ് കേട്ടോ. പുള്ളിക്കെതിരെയും അൻസിബ ചെറിയ ചെറിയ ഗെയിം കളിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച. അതൊക്കെ പാളിപ്പോവുകയാണ് ചെയ്തത്, ചീറ്റി പോവുകയാണ് ചെയ്തത്. കാരണം നോറയുടെ വാക്ക് കേട്ടാണ് അൻസിബ ആ ഒരു ഗെയിമൊക്കെ കളിച്ചത്. ഇപ്പൊ വീണ്ടും ജിൻഡപ്പൻ എന്ന് പറഞ്ഞ് ജിൻഡപ്പന്റെ കുഞ്ഞിപ്പങ്ങളായിട്ട് പുറകെ കൂടാൻ സാധ്യതയുണ്ട്. ജിൻഡോയ്ക്ക് ഇപ്പൊ പെങ്ങന്മാരെ തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ജിൻ ജാസ് എന്നൊക്കെ പറഞ്ഞ ഓരോ കോംബോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിലര്. ജിൻഡോ ജാസ്മിൻ ബ്രദർഹുഡ് ആണെന്നാണ് കണ്ടുപിടുത്തം. പിന്നെ ജിൻസിബ ഫാൻസ് ഉണ്ട്. രണ്ടുപേരും തക്കം കിട്ടിയാൽ ജിൻഡോയ്ക്കെതിരെ കളിക്കും, അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ കോംബോ ഫാൻസുകാരൊക്കെ നിരാശരാവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു കാര്യം അൻസിബയുടെ അമ്മ അൻസിബയോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അൻസിബയ്ക്ക് കാര്യം മനസ്സിലായി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.